അടുത്ത ക്വസ്റ്റ്യൻ ഷോ ദാറ്റ് if sigma square is known in random sampling from normal distribution, x bar is sufficient estimator for mu. അതായത് നമ്മൾ രണ്ട് കേസൊക്കെ പഠിക്കുന്നില്ലേ, സിഗ്മ സ്ക്വയർ നോൺ ആവുന്ന കേസും സിഗ്മ സ്ക്വയർ അൺനോൺ ആവുന്ന കേസും. അപ്പോൾ സിഗ്മ സ്ക്വയർ നോൺ ആണെങ്കിൽ എക്സ് ബാർ എന്താണ്, സഫിഷ്യന്റ് എസ്റ്റിമേറ്റർ ഫോർ മ്യൂ ആണ്. ബട്ട് ഇഫ് മ്യൂ ഈസ് നോൺ, എസ് സ്ക്വയർ is equal to 1 by n summation xi minus x bar square is not sufficient estimator for sigma square. Suggest a sufficient estimator for sigma square. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ എഴുതി, വീഡിയോ പോസ് ചെയ്ത് ക്വസ്റ്റ്യൻ എഴുതി. അപ്പോൾ നമ്മളുടെ ഫോർ എ നോർമൽ പോപ്പുലേഷൻ്റെ എന്താ പറഞ്ഞിട്ടുള്ളത്, എക്സ് ബാർ എന്ന് പറയുന്നത് മ്യൂവിൻ്റെ ഒരു സഫിഷ്യന്റ് എസ്റ്റിമേറ്റർ ആണ്. എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്, എക്സ് ബാർ എന്ന് പറയുന്നത് മ്യൂവിൻ്റെ ഒരു സഫിഷ്യന്റ് എസ്റ്റിമേറ്റർ ആണ് അല്ലേ. അതായത് ടി ഈസ് എ സഫിഷ്യന്റ് എസ്റ്റിമേറ്റർ ഫോർ തീറ്റ എന്നാണ് നമ്മൾ ജനറൽ ആയിട്ട് പറയാം. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്, എക്സ് ബാർ ഈസ് എ സഫിഷ്യന്റ് എസ്റ്റിമേറ്റർ ഫോർ മ്യൂ ആണ്. ഓക്കെ, അപ്പോൾ എൽ ഓഫ് ടി കോമ തീറ്റ സഫിഷ്യന്റ് എസ്റ്റിമേറ്റർ ആണ്. നമുക്ക് അതിനെ എങ്ങനെ എഴുതാം, എൽ ഓഫ് ടി കോമ തീറ്റ ഇൻറ്റു എൽ ടു ഓഫ് എക്സ് വൺ എക്സ് എക്സെട്ര എക്സ് എന്ന് എഴുതാം അല്ലേ. ഇവിടെ എങ്ങനെ എഴുതാം, എൽ ഓഫ് എക്സ് ബാർ കോമ മ്യൂ ഇൻറ്റു എൽ ടു ഓഫ് എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എന്ന് എഴുതാം. എഴുതിക്കൂടെ? ഓക്കെ, അപ്പോൾ നമ്മൾ നോർമൽ പോപ്പുലേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നോർമൽ പോപ്പുലേഷൻ്റെ ഇക്വേഷൻ എഫ് ഓഫ് എക്സ് കോമ മ്യൂ is equal to 1 by sigma root 2 pi e raised to minus x minus mu square by 2 sigma square മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി വരെ. ഓക്കെ, ഇത്രയും വരെ. ഇഫ് എക്സ് ബാർ ഈസ് സഫിഷ്യന്റ് എസ്റ്റിമേറ്റർ ഫോർ മ്യൂ. അതിൻ്റെ ഫോണാ അച്ഛൻ, നിങ്ങളെ ഫോൺ അടുക്കളയിൽ ഉണ്ടാവുക ഇതുമേ. എഫ് എക്സ് കോമ മ്യൂ 1 by sigma root 2 pi raised to minus x minus mu square by 2 sigma square minus infinity less than x less than infinity. If x bar is sufficient estimator of mu, അല്ലേ, എക്സ് ബാർ എന്താണ്, സഫിഷ്യന്റ് എസ്റ്റിമേറ്റർ, മ്യൂവിൻ്റെ സഫിഷ്യന്റ് എസ്റ്റിമേറ്റർ ആണെങ്കിൽ എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും ഇതിനെ, എൽ ഓഫ് എക്സ് ബാർ ഈസ് സഫിഷ്യന്റ് എസ്റ്റിമേറ്റർ ഫോർ മ്യൂ, ടി ഈസ് എ സഫിഷ്യന്റ് എസ്റ്റിമേറ്റർ ഫോർ തീറ്റ ആണെങ്കിൽ എങ്ങനെ വരും, എക്സ് വൺ എക്സ് എക്സെട്ര എക്സ് എൻ കോമ തീറ്റ. തീറ്റയ്ക്ക് പകരം ഇവിടെ ആരാണ്, മ്യൂ ആണ്, മ്യൂ കൊടുത്തു. എൽ വൺ ഓഫ് എക്സ് വൺ എക്സ് ബാർ കോമ മ്യൂ ടി തീറ്റ, എൽ വൺ ഓഫ് ടി കോമ തീറ്റ, ടിക്ക് പകരം എക്സ് ബാർ, തീറ്റയ്ക്ക് പകരം മ്യൂ ഇൻറ്റു എൽ ടു ഓഫ് എക്സ് വൺ എക്സ് എക്സെട്ര എക്സ് എൻ. ഓക്കെ, ഇതേപോലെ എഴുതാൻ പറ്റും. വീഡിയോ പോസ് ചെയ്ത് എഴുത്. ഓക്കെ, ഇനി അടുത്തത് എൽ ഓഫ് എക്സ് വൺ എക്സ് എക്സെട്ര എക്സ് എൻ കോമ മ്യൂ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, നേരത്തെ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞു എഫ് ഓഫ് എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ കോമ മ്യൂ, ഇങ്ങനെ എഴുതാൻ പറ്റും. ഈ എൽ അതായത് ലൈക്ലിഹുഡ് ഫംഗ്ഷന് ഇതിനെങ്ങനെ എഴുതാം, പ്രൊഡക്റ്റ് ഐ is equal to എഫ് ഓഫ് എക്സ് ഐ കോമ മ്യൂ എന്ന് എഴുതാൻ പറ്റും അല്ലേ. ഞാൻ പറഞ്ഞു എഫ് ഓഫ് എക്സ് കോമ മ്യൂ നമ്മൾ സാധാരണ പോലെ എഴുതുന്നതാണ്. ഇതിനെങ്ങനെ എഴുതാം, എക്സിന് 1 എക്സിന് 2 അങ്ങനെ എക്സിന് n വരെ കൊടുക്കാം. ഇനി എക്സിന് 1 കൊടുക്കുമ്പോൾ നോക്ക്, നമ്മൾ എഫ് ഓഫ് എക്സ് കോമ മ്യൂ എന്താ എഴുതിയത്, ഇതാണ് ഇക്വേഷൻ. ഇനി എഫ് ഓഫ് എക്സ് വൺ കോമ മ്യൂ ആകുമ്പോൾ എന്ത് വരും, ഇവിടുത്തെ എക്സിന് എന്ത് കൊടുക്കണം, 1 കൊടുക്കണം. എക്സ് ടു ആണെങ്കിൽ എക്സിന് എന്ത് കൊടുക്കണം, 2 കൊടുക്കണം. ഇക്വേഷൻ എഫ് ഓഫ് എക്സ് വൺ കോമ മ്യൂ, അപ്പോൾ എക്സ് എന്ത് കൊടുത്തു, ആ ഇക്വേഷനിൽ എക്സിന് എക്സ് വൺ ആക്കി കൊടുത്തു. പിന്നെ അടുത്തത് എക്സ് ടു എക്സിന് 2 എക്സ് ടു ആയി കൊടുത്തു, എക്സെട്ര എക്സ് എൻ അല്ലേ, എക്സിന് എന്ത് കൊടുത്തു, n കൊടുത്തു. എക്സിന് എന്താ കൊടുത്തത്, n കൊടുത്തു. ആ ഇക്വേഷനും എഴുതി. അപ്പോൾ എല്ലാ ഇക്വേഷനും എഴുതിയില്ലേ. ഇനി നോക്ക് 1 by sigma root 2 pi, അതായത് ഇവിടെ 1 by sigma root 2 pi ഉണ്ട്, ഇവിടെ 1 by sigma root 2 pi ഉണ്ട്. അങ്ങനെ എത്ര ടൈംസ് ഉണ്ട്, ലാസ്റ്റിലെ n ടൈംസ് നമ്മൾ എഴുതുന്നുണ്ട്. n ടൈംസ് എഴുതുമ്പോൾ ഇങ്ങനത്തെ എത്ര ടേം ഉണ്ടാവും, n ടേം ഉണ്ടാവും. അപ്പോൾ റൈസ് ടു n എഴുതി. നമ്മൾ ഒരേപോലത്തേനൊക്കെ ഗ്രൂപ്പ് ആക്കാം കേട്ടോ, n ടൈംസ്. വീഡിയോ പോസ് ഇത്ര വരെ എഴുത്. ഓക്കെ, എഴുതിയിട്ടുണ്ടാവും. ഇനി എന്ത് ചെയ്തു, ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്യാണ്. അപ്പോൾ n ടൈംസ് എഴുതി. ഓക്കെ, n ടൈംസ്. ഇനി ബാക്കി ആരാളത്, നോക്ക്
ഇ റേസ് ടു x1 മൈനസ് മ്യൂ സ്ക്വയർ ബൈ 2 സിഗ്മ സ്ക്വയർ. ഇവിടെ ഇ റേസ് ടു മൈനസ് x2 മൈനസ് മ്യൂ സ്ക്വയർ ബൈ 2 സിഗ്മ സ്ക്വയർ. എല്ലാതും ഇ പവർ ആണ് അല്ലേ. അപ്പൊ എന്ത് ചെയ്തു, എല്ലാത്തിനെയും ഇ പവറിനെയൊക്കെ എന്ത് ചെയ്തു, ഒരുമിച്ച് എഴുതി. എല്ലാ ഇ പവറിനെയും നമ്മൾ എന്ത് ചെയ്തു, ഒരുമിച്ച് എഴുതി. എല്ലാ ഇ പവറിനെ ഒരുമിച്ച് എഴുതി. ഓക്കെ, ഇനി എന്ത് ചെയ്തു, ഈ എല്ലാം ഒരുമിച്ച് എഴുതി. നോക്ക് ഇവിടെ ഒക്കെ ഒരുമിച്ച് എഴുതി. നമുക്ക് എന്താണ്, എല്ലാം പ്ലസ് അല്ലേ. അപ്പോൾ ഇ റേസ് ടു മൈനസ്, എല്ലാ മൈനസും പുറത്തെടുത്തു. സമ്മേഷൻ ഐ സി ഈക്വൽ ടു 1 to n xi മൈനസ് മ്യൂ സ്ക്വയർ ബൈ 2 സിഗ്മ സ്ക്വയർ. നോക്ക്, ഐക്ക് 1 കൊടുത്താൽ ഈ ഒരു ടേം കിട്ടും, ഐക്ക് 2 കൊടുത്താൽ ഈ ടേം, ഐക്ക് 3 കൊടുത്താൽ പിന്നെ അടുത്ത ടേം, ഐക്ക് n കൊടുത്താൽ ഈ ലാസ്റ്റ് ടേം. നമ്മൾ എന്ത് ചെയ്തു, ഇതിനെ ജനറൽ ആയിട്ടൊരു ഫോമിക്ക് മാറ്റി. വീഡിയോ പോസ് ചെയ്ത് ഈ ഒരു സ്റ്റെപ്പ് എഴുത്. ഓക്കെ, എഴുതിണ്ടാവും. 1 by sigma root 2 pi all raised to n into e raised to minus 1 by 2 sigma square into. ഇനി ഇതിനെ നമ്മൾ മാറ്റുകയാണ് അല്ലേ. അതായത് ഈ xi മൈനസ് മ്യൂവിനെ നമ്മൾ ഒരു നടുക്ക്, ഇതിന്റെ നടുക്ക് ഒരു മൈനസ് എക്സ് ബാർ പ്ലസ് എക്സ് ബാർ കൊടുക്കാം. മൈനസ് എക്സ് ബാറും പ്ലസ് എക്സ് ബാറും കൊടുത്ത് എന്ത് ചെയ്ത് 0 ആയിട്ട് പോകും അല്ലേ. ബാക്കി ഇതന്നെ വരും. അപ്പൊ നമ്മൾ ഇതങ്ങനെ കൊടുത്തു, സ്ക്വയർ അത്ര എഴുതി. ഈ 2 സിഗ്മ സ്ക്വയർ നമ്മൾ എന്ത് ചെയ്തു, ഇക്വേഷന്റെ പുറത്തേക്ക് എടുത്തു. അപ്പൊ വീഡിയോ പോസ് ചെയ്ത് ഈ ഒരു സ്റ്റെപ്പ് എഴുത്. ഇനി നമ്മളിതിന് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ, അതായത് ഇതിന് എ എന്നായിട്ടും ഈ ഒരു ടേമിന് ബി ആയിട്ടും എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആക്കിയത്. അപ്പൊ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആയിട്ട് നമ്മൾ എഴുതുക കേട്ടോ. ഈ ഒരു ടേമിനെ നമ്മൾ അതേപോലെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഓക്കെ, ഈ xi മൈനസ് എക്സ് ബാർ എ കൊടുത്തു, എക്സ് ബാർ മൈനസ് മ്യൂ എന്ത് കൊടുത്തു, ബി കൊടുത്തു. ഓക്കെ, അതെഴുതി. ഇത്ര വരെ എഴുത്. ഇനി നമ്മൾ സമ്മേഷൻ ഓരോന്നിനും കൊടുക്കുകയാണ് കേട്ടോ. സമ്മേഷൻ ഓരോന്നിനും അതായത് ഈ സമ്മേഷൻ ഈ ടേമിന് കൊടുത്തു, ഈ ടേമിന് കൊടുത്തു, ഈ ടേമിനും കൊടുത്തു. അങ്ങനെ ഓരോ ടേമിനും നമ്മൾ സമ്മേഷൻ കൊടുത്തു. ഓക്കെ, അതെഴുതി. ഈ ഒരു സ്റ്റെപ്പ് എഴുതിയിട്ടുണ്ടാവും. ഇനി നമ്മൾ സമ്മേഷൻ കൊടുത്തതിനൊക്കെ നമ്മളൊന്ന് നോക്കുക കേട്ടോ. ഇവിടെ എന്താണ്, സമ്മേഷൻ ഐ is equal to 1 to n xi മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ ആ സമ്മേഷൻ അവിടെ ഉണ്ട്. ഇനി അടുത്ത സമ്മേഷൻ ഐ is equal to 1 to n 2 into xi മൈനസ് എക്സ് ബാർ ഇൻറ്റു എക്സ് ബാർ മൈനസ് മ്യൂ എന്നാണ് അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, സമ്മേഷൻ അല്ലേ, സമ്മേഷൻ ഐ is equal to 1 to n എക്സ് ബാർ. സമ്മേഷൻ ഐ is equal to 1 to n എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്താ വരിക, n എക്സ് ബാർ വരും. ഓക്കെ, ശ്രദ്ധിക്കട്ടോ. ഇവിടെ നമുക്ക് എന്താ ടേം, സമ്മേഷൻ ഐ is equal to 1 to n 2 into xi മൈനസ് എക്സ് ബാർ ഇൻറ്റു എക്സ് ബാർ മൈനസ് മ്യൂ അല്ലേ. അപ്പം നമ്മൾ എന്ത് കൊടുക്കുകയാണ്, ഇവിടെ നോക്കൂട്ടോ. സമ്മേഷൻ കൊടുക്കുമ്പോൾ സമ്മേഷൻ xi എന്ന് പറഞ്ഞാൽ എക്സ് ബാർ, അതായത് സമ്മേഷൻ xi ബൈ n പറഞ്ഞ എക്സ് ബാർ ആണ് അല്ലേ. അപ്പൊ ഈ എന്നിന് അങ്ങോട്ട് എന്താ എൻ എക്സ് ബാർ കിട്ടും. അപ്പൊ സമ്മേഷൻ xiക്ക് പകരം ആരെ കൊടുക്കാം, ഇവിടെ എൻ എക്സ് ബാർ മൈനസ് ഈ സമ്മേഷൻ ഈ എക്സ് ബാറിന് കൊടുക്കുമ്പോൾ എൻ എക്സ് ബാറും എന്താണ് 0 ഇൻറ്റു ഈ ടേം മൊത്തം എന്താവും 0 ആയിപ്പോവും. അതായത് ഈ സെക്കൻഡ് ടേം 0 ആയിപ്പോയി. ഈ ബാക്കി ഇവിടെ നോക്ക്, ഇവിടെ നമുക്ക് എന്താ കിട്ടുക, സമ്മേഷൻ ഐ is equal to 1 എക്സ് ബാർ മൈനസ് മ്യൂ സ്ക്വയർ അല്ലേ. സമ്മേഷൻ ഇവിടെ n ടൈംസ് സം ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ n ഇൻറ്റു എക്സ് ബാർ മൈനസ് മ്യൂ സ്ക്വയർ ആണ് ഈ ഒരു ടേം കിട്ടുക. ഓക്കെ, മനസ്സിലായി. ഇവിടെ കണ്ട n ഇൻറ്റു എക്സ് ബാർ മൈനസ് മ്യൂ സ്ക്വയർ കിട്ടി. രണ്ടാമത്തെ ടേം 0 ആയിട്ട് ക്യാൻസൽ ചെയ്ത് പോയി. ഇനി 1 by sigma root 2 pi all raised to n into e raised to minus 1 by 2 sigma square into. നോക്ക്, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, e raised to ഈ ഒരു ടേമിന്, അതായത് ഇത് നോക്ക്, ഇത് രണ്ടിനും ഈ ബ്രാക്കറ്റിലുള്ള രണ്ടാക്കും വേണ്ട ആളാണ് 1 by 2 sigma square. അപ്പം നമ്മൾ 1 by e raised to minus 1 by 2 sigma square into ഈ ടേം ഇൻറ്റു പിന്നെ എന്താ വരിക, ഇപ്പം നോക്ക് ഇതിനെങ്ങനെ എഴുതി, ഇപ്പം ഇങ്ങനെ എഴുതുകയാണ് e raised to മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ. ഇത് നമുക്ക് എങ്ങനെ എഴുതാം, e raised to മൈനസ് 2x ഇൻറ്റു e raised to മൈനസ് 2y എന്ന് എഴുതാം. ഓക്കെ, അതേപോലെ ഞാൻ ഈ ഒരു ടേമിന് രണ്ടെണ്ണമായി സ്പ്ലിറ്റ് ചെയ്ത് e raised to മൈനസ് 2 സിഗ്മ സ്ക്വയർ ഇൻറ്റു n ഇൻറ്റു എക്സ് ബാർ മൈനസ് മ്യൂ സ്ക്വയർ ഇൻറ്റു e raised to മൈനസ് 1 by 2 സിഗ്മ സ്ക്വയർ ഇൻറ്റു സമ്മേഷൻ ഐ is equal to 1 to n xi മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയറുമായിട്ട് എഴുതി. ഓക്കെ, അപ്പം ഇത്രയും എഴുതി. വീഡിയോ പോസ് ഇത്രയും എഴുത്.
നമ്മളിവിടെ എഴുതിയിട്ടില്ലെങ്കിൽ ഇതും കൂടി എഴുതട്ടോ. ഇത്രയും പേര് എഴുതിയില്ലേ? ഇല്ലെങ്കിൽ ചോദിക്കുക, ഞാൻ നോട്ട് അയച്ചുതരാം. അപ്പം നോക്ക്, നമുക്ക് എന്താ കിട്ടിയത്? ഈ ഒരു ടേമിൽ ആരൊക്കെ ഉണ്ട്? നമ്മൾ എന്ത് പ്രോബ്ലമാണ് ചെയ്യുന്നത്? എക്സ് ബാർ ഈസ് സഫിഷ്യൻറ്റ് ഫോർ മ്യൂ. അപ്പോൾ ഫസ്റ്റ് ടേം എന്താവണം? എക്സ് ബാർ ഈസ് സഫിഷ്യൻറ്റ് മ്യൂ. ഫസ്റ്റ് ടേമിൽ എക്സ് ബാറും മ്യൂ ആണ്. രണ്ടാമത്തെ ടേമിൽ എന്ത് പാടില്ല? മ്യൂ പാടില്ല. നോക്ക്, ഈ ടേമിൽ എക്സ് ബാർ ഉണ്ട്, മ്യൂ ഉണ്ട് അല്ലേ? ഈ ടേമിൽ ആരില്ല? മ്യൂ ഇല്ല. അതായത് ഇങ്ങനെ നോക്കിയാൽ മതി. ഫസ്റ്റ് ടേമിൽ ആര് വേണം? എക്സ് ബാറും വേണം, മ്യൂവും വേണം. അതായത് ഇപ്പൊ L1 ഓഫ് ടി കോമ തീറ്റ, ടി സഫിഷ്യൻറ്റ് ഫോർ തീറ്റ എന്ന് പറഞ്ഞാൽ L1 ഓഫ് ടി കോമ തീറ്റ ഇൻറ്റു L2 ഓഫ് x1 എക്സെട്ര xn. ഈ ഫസ്റ്റത്തെ ഇതിൽ ആര് വേണം? തീറ്റ വേണം. രണ്ടാമത്തേൽ തീറ്റ പാടില്ല. ഇനിയിപ്പോൾ ടി ഇവിടെ വന്നാലും കുഴപ്പമില്ല. ആര് പാടില്ല? തീറ്റ പാടില്ല. അതായത് പാരാമീറ്റർ, പോപ്പുലേഷൻ പാരാമീറ്റർ രണ്ടാമത്തെ ടേമിൽ വരാൻ പാടില്ല. ആര് വരാൻ പാടില്ല? പോപ്പുലേഷൻ പാരാമീറ്റർ രണ്ടാമത്തെ ടേമിൽ വരാൻ പാടില്ല. ഈ എസ്റ്റിമേറ്റർ വേണമെങ്കിൽ വരാം കേട്ടോ, കുഴപ്പമില്ല, നമുക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നോക്ക്, നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത്? എക്സ് ബാർ ഈസ് സഫിഷ്യൻറ്റ് ഫോർ മ്യൂ. അപ്പോൾ ഫസ്റ്റത്തെ ടേമിൽ എക്സ് ബാറും വേണം, മ്യൂവും വേണം. രണ്ടാമത്തെ ടേമിൽ ആര് വേണം? L2 ഓഫ് x1 x2 എക്സെട്ര xn. L2 ഓഫ് x1 x2 എക്സെട്ര xn. അതായത് ഈ ഫസ്റ്റത്തെ ടേമിൽ ആര്? എക്സ് ബാർ മ്യൂ. രണ്ടാമത്തെ ടേമിൽ ആര് പാടില്ല? മ്യൂ പാടില്ല. നോക്കിവിടെ, ഈ ടേമിൽ എക്സ് ബാർ ഉണ്ട്, മ്യൂ ഉണ്ട്. ഈ ടേമിൽ ആരില്ല? മ്യൂ ഇല്ല. അപ്പൊ നിങ്ങൾ എക്സ് ബാർ വന്നാൽ കുഴപ്പമൊന്നുമില്ല, മ്യൂ ആണ് പാടില്ലാത്തത്, മ്യൂ ഇല്ല. നോക്ക്, ഇങ്ങനെ എഴുതി L1 ഓഫ് എക്സ് ബാർ കോമ മ്യൂ ഇൻറ്റു L2 ഓഫ് x1 എക്സെട്ര xn എഴുതി. കാരണം ഈ ഒരു ടേമിൽ ആരില്ല? മ്യൂ ഇല്ല. എക്സ് ഐൻ്റെ ടേം ഉണ്ട് താനും. അപ്പൊ നമുക്ക് എന്താണ്? എക്സ് ബാർ ഈസ് സഫിഷ്യൻറ്റ് എസ്റ്റിമേറ്റർ ഫോർ മ്യൂ എന്ന് കിട്ടി. വീഡിയോ പോസ് ചെയ്ത് ഇത്രയും വരെ എഴുതുക. ഓക്കെ, ഇനി അടുത്തത് ഇഫ് എസ് സ്ക്വയർ ഈസ് സഫിഷ്യൻറ്റ് ഫോർ സിഗ്മ സ്ക്വയർ അല്ലേ? അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ എസ് സ്ക്വയർ ആണ് പറയാൻ പോണത്. അപ്പോൾ L ഓഫ് x1 എക്സെട്ര xn കോമ സിഗ്മ സ്ക്വയർ. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? എസ് സ്ക്വയർ സഫിഷ്യൻറ്റ് ഫോർ സിഗ്മ സ്ക്വയർ. ടി സഫിഷ്യൻറ്റ് ഫോർ തീറ്റ. ടിക്ക് പകരം എസ് സ്ക്വയർ, തീറ്റയ്ക്ക് പകരം സിഗ്മ സ്ക്വയർ. ഓക്കെ, ഈ സ്റ്റെപ്പ് മനസ്സിലായി? വീഡിയോ പോസ് ചെയ്ത് ഈ സ്റ്റെപ്പ് എഴുതാം. ഇനി L ഓഫ് x1 എക്സെട്ര xn കോമ സിഗ്മ സ്ക്വയർ. ഞാൻ പറഞ്ഞു, ഇവിടെ തീറ്റ ആണെങ്കിൽ നമ്മൾ ഇവിടെ തീറ്റ എഴുതും, ഇവിടെ സിഗ്മ സ്ക്വയർ, ഇവിടെ സിഗ്മ സ്ക്വയർ എഴുതി. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത അതേ ഇക്വേഷൻ തന്നെയാണ് നമ്മളിപ്പോൾ തൊട്ട് മുന്നേ ചെയ്തില്ലേ, ആ ഇക്വേഷൻ തന്നെ കൊടുത്തു. n ഇൻറ്റു എക്സ് ബാർ മൈനസ് മ്യൂ സ്ക്വയർ. കാരണം ഇതിൽ ഇനി ഇക്വേഷൻ L ഓഫ് നമ്മൾ രണ്ടാമത് കണ്ട, നമ്മൾ ഓൾറെഡി നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ലൈക്കിലൂടെ ഫംഗ്ഷൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യേണ്ട? രണ്ടാമത് കാണേണ്ട ആവശ്യമില്ല. 1/n ഇൻറ്റു സമ്മേഷൻ എക്സ് ഐ മൈനസ് എക്സ് ബാർ സ്ക്വയർ ഇസ് ഈക്വൽ ടു എസ് സ്ക്വയർ. നമുക്ക് ഈ ഇക്വേഷൻ അറിയാം. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ നമുക്ക് അറിയില്ലേ? അപ്പോൾ ഇനി സമ്മേഷൻ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. നോക്ക്, സമ്മേഷൻ ഐ is equal to 1 to n എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. ഈ ഒരു ടേമിനെ നമുക്ക് എന്ത് എഴുതാം? എൻ എസ് സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? നോക്ക്, ഈ എൻ ഇങ്ങോട്ട് പോയി എൻ എസ് സ്ക്വയർ കിട്ടും. അപ്പോൾ ഈ ഒരു ടേം ഇവിടെ സെയിം അല്ലേ? അപ്പം നമ്മൾ ഈ ഇക്വേഷൻ എന്താക്കി മാറ്റി? ഇതിൽ ഈ ഒരു ടേമിനെ എൻ എസ് സ്ക്വയർ ആക്കി. ഇത് അതേപോലെ എഴുതി. ഞാൻ തൊട്ട് മുന്നേ ഈ പറഞ്ഞ ഭാഗത്ത് നമ്മൾ മാറ്റം വരുത്തുകയാണ്. നിങ്ങൾ നോക്കിയാൽ മതി, ശരിക്കും ഒന്നിട്ട് നോക്കിയാൽ മനസ്സിലാവും. വീഡിയോ പോസ് ചെയ്തവരെ എഴുതും, ഓരോ സ്റ്റെപ്പ് മനസ്സിലാക്കി എഴുതിട്ടോ. ഇനി സിൻസ് ദ ഫസ്റ്റ് ഫാക്ടർ കണ്ടെയ്ൻസ് എസ് സ്ക്വയർ ആൻഡ് സിഗ്മ സ്ക്വയർ വൈൽ ദ സെക്കൻഡ് ഫാക്ടർ ഓൾസോ കണ്ടെയ്ൻസ് സിഗ്മ സ്ക്വയർ അല്ലേ? നോക്ക്, ഞാൻ ഇപ്പോൾ രണ്ട് ടേമൊക്കെ ആക്കിയിട്ട് ഞാൻ എഴുതി. പക്ഷേ നമ്മൾ എന്താ പ്രൂവ് ചെയ്യാൻ പോണത്? നമ്മൾ പ്രൂവ് ചെയ്യാൻ പോണത് എസ് സ്ക്വയർ ഈസ് സഫിഷ്യൻറ്റ് ഫോർ സിഗ്മ സ്ക്വയർ. അപ്പോൾ നമുക്ക് എങ്ങനെ വരണം? L ഓഫ് എസ് സ്ക്വയർ കോമ സിഗ്മ സ്ക്വയർ ഇൻറ്റു L2 ഓഫ് x1 x2 എക്സെട്ര xn വരണം. ഈ രണ്ടാമത്തെ ടേമിൽ ആര് വരാൻ പാടില്ല? സിഗ്മ സ്ക്വയർ വരാൻ പാടില്ല. നോക്ക്, ആര് വരാൻ പാടില്ല? സിഗ്മ സ്ക്വയർ വരാൻ പാടില്ല രണ്ടാമത്തെ ടേമിൽ. ഇവിടെ രണ്ടാമത്തെ ടേമിൽ ആര് വന്നിട്ടുണ്ട്? സിഗ്മ സ്ക്വയർ വന്നിട്ടുണ്ട് അല്ലേ? വന്നിട്ടുണ്ട്. അപ്പോൾ സിൻസ് ദ ഫസ്റ്റ് ഫാക്ടർ കണ്ടെയ്ൻസ് എസ് സ്ക്വയർ ആൻഡ് സിഗ്മ സ്ക്വയർ വൈൽ ദ സെക്കൻഡ് ഫാക്ടർ ഓൾസോ കണ്ടെയ്ൻസ് സിഗ്മ സ്ക്വയർ ഹെൻസ് എസ് സ്ക്വയർ ഈസ് നോട്ട് എ സഫിഷ്യൻറ്റ് എസ്റ്റിമേറ്റർ ഫോർ സിഗ്മ സ്ക്വയർ. കിട്ടിയല്ലോ? അപ്പോൾ സഫിഷ്യൻ്റ് അല്ല എന്ന് കിട്ടി. ഇനി നമ്മളോട് പറയണം, ഒരു സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരാളെ നമ്മൾ എന്താണ് സജസ്റ്റ് ചെയ്യാൻ പറയുകയാണ്. അപ്പോൾ ലെറ്റസ് ഡിഫൈൻ, നമ്മളായിട്ട് ഒരു എസ് സ്ക്വയർ ഡിഫൈൻ ചെയ്ത് 1/n ഇൻറ്റു സമ്മേഷൻ ഐ ഈക്വൽ ടു എക്സ് ഐ മൈനസ് മ്യൂ സ്ക്വയർ. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യാണ്? എസ് സ്ക്വയർ
ബാക്കിയുള്ള ചെയ്യാം കേട്ടോ. എൽ ഓഫ് x1 എക്സെട്ര xn കോമ സിഗ്മ സ്ക്വയർ എസ് സ്ക്വയറിനെ നമ്മൾ ഇതാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 1/n സിഗ്മ റൂട്ട് 2 പൈ ഓൾ റേസ് ടു n. മറ്റേ ഇക്വേഷൻ അതേപോലെ ടി റേസ് ടു മൈനസ് സമ്മേഷൻ i 1 to n xi മൈനസ് മ്യൂ സ്ക്വയർ ബൈ 2 സിഗ്മ സ്ക്വയർ. ഓക്കെ, xi മൈനസ് മ്യൂ സ്ക്വയർ ബൈ 2 സിഗ്മ സ്ക്വയർ. അതായത് നോക്ക് എൽ ഓഫ് എല്ലിൻ്റെ ഫംഗ്ഷനെ സോറി കേട്ടോ കണ്ടോ, ഈ ഒരു ഫംഗ്ഷൻ തന്നെയാണ് നമ്മൾ അതായത് നോർമൽ വരുമ്പോൾ ഈ ഒരു ഫംഗ്ഷൻ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾക്ക് ഇനി കൺഫ്യൂഷൻ വരരുത്. കഴിഞ്ഞതിലൊക്കെ എന്തിനാണ് എക്സ് ബാർ ആഡ് ചെയ്ത് കൊടുത്തത് എന്ന് നോക്ക്. നമ്മൾ എന്തിൻ്റെ പ്രോബ്ലമാണ് ചെയ്യേണ്ടത്? എക്സ് ബാർ ഈ സഫിഷ്യൻറ്റ് ഫോർ മ്യൂ ആണ്. നമ്മൾ ചെയ്ത ഈ ഒരു ടേമിലൊന്നും എക്സ് ബാർ ഇല്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? എക്സ് ബാറിനെ കൊണ്ടുവരണം. അതുകൊണ്ടാണ് അവിടെ എക്സ് ബാർ ആഡ് ചെയ്തത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? എക്സ് ബാർ ഇവിടെയും നമ്മൾ എക്സ് ബാർ ആഡ് ചെയ്തു. കാരണം നമുക്ക് എസ് സ്ക്വയറിൻ്റെ ടേമിക്ക് ഇതിനെ വരുത്തണം. അതുകൊണ്ട് ഇവിടെ നോക്ക്, ഇവിടെ ആരാ നമ്മൾ മ്യൂ അല്ലേ? എസ് സ്ക്വയർ സഫിഷ്യൻറ്റ് ഫോർ മ്യൂ ആണ്. അപ്പോൾ എന്താ വേണ്ടത്? ഈ ഒരു ടേം ഇവിടെ ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതേപോലെ വെച്ചു അതിനെ. എന്നിട്ട് എന്താണ് നോക്ക്, xi മൈനസ് മ്യൂ സ്ക്വയർ ബൈ 2 സിഗ്മ സ്ക്വയർ. ഇതിന് ഇങ്ങനെ എഴുതി. ഇനി നോക്ക് ഇവിടെ ശ്രദ്ധിക്കട്ടോ, സമ്മേഷൻ ഇവിടെ എന്താ പറയണത്? xi മൈനസ് മ്യൂ സ്ക്വയർ സീക്വൽ ടു എസ് സ്ക്വയർ ആണല്ലേ. അപ്പോൾ സമ്മേഷൻ ഐ സീക്വൽ ടു 1 to xi മൈനസ് ഈ ഒരു ടേമിന് നമുക്ക് എന്ത് എഴുതാം? എൻ അങ്ങോട്ട് കൊണ്ടുപോയി എൻ എസ് സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? ഈ ഒരു ടേമിനെ നമുക്ക് എന്ത് എഴുതാം? എൻ അങ്ങോട്ട് കൊണ്ടുപോയാൽ എൻ എസ് സ്ക്വയർ എന്ന് എഴുതാം. എഴുതിക്കൂടെ? എൻ എസ് സ്ക്വയർ എന്തെഴുതാൻ പറ്റും? എൻ എസ് സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേമിന് എൻ എസ് സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും ബൈ 2 സിഗ്മ സ്ക്വയർ. അപ്പോൾ 1 സിഗ്മ റൂട്ട് 2 പൈ ഓൾ റേസ് ടു n റേസ് ടു മൈനസ് ഈ ഒരു ടേം ഇൻറ്റു 1 ഈ ഒരു ടേമിലെ ഫസ്റ്റത്തെ ഈ ഒരു ടേമിൽ ആരുണ്ട്? എസ് സ്ക്വയർ ഉണ്ട്, സിഗ്മ സ്ക്വയർ ഉണ്ട്. രണ്ടാമത്തത് നമ്മൾ ജസ്റ്റ് ഇൻറ്റു 1 എന്ന് കൊടുക്കുക കേട്ടോ, അടുത്തൊരു ടേം ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി. ഈ ഒരു ടേമിലുണ്ടോ? ആരുമില്ല അല്ലേ. ഈ ഒരു ടേമിൽ നമുക്ക് എന്ത് എഴുതാം? L2 of x1 എക്സെട്ര xn എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആരുണ്ട്? ഈ ഒരു ടേമിൽ നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു ടേമിനെ ഫസ്റ്റത്തെ ഇതിലെ ഈ ഒരു ടേമിനെ നമ്മൾ എന്താക്കി എടുത്തു? ടേമിനെ നമ്മൾ ഫസ്റ്റത്തെ ഫംഗ്ഷൻ ആക്കി എടുത്തു. രണ്ടാമത്തത് ഇൻറ്റു 1 കൊടുത്തു. അപ്പോൾ എന്താ വരിക? എസ് സ്ക്വയർ ഇസ് സഫിഷ്യന്റ് എസ്റ്റിമേറ്റർ ഫോർ സിഗ്മ സ്ക്വയർ. അപ്പോൾ വീഡിയോ പോസ് ചെയ്തിട്ട് ആദ്യം ഇത്ര വരെ എഴുതാം, പിന്നെ ഇത്ര വരെ എഴുതാം, പിന്നെ ഇത്ര വരെ എഴുതാം. ഓക്കെ.